നമസ്കാരം. കന്യാകുമാരിയിലാണ് ഉള്ളത്. ഞങ്ങൾ രാവിലെ ഒന്ന് ഈ ഒരു കന്യാകുമാരിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നടന്ന് കാണാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ കറക്റ്റ് ഉള്ളത് കന്യാകുമാരി ഒരു ബീച്ചിന്റെ ഒരു ഭാഗത്താണ്. ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉള്ളത്. നമ്മൾ രാവിലെ, അതായത് കഴിഞ്ഞ ദിവസത്തെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ കന്യാകുമാരി വന്ന് സൂര്യോദയമൊക്കെ കണ്ടിട്ടുണ്ട്. അത് നേരെ ഇങ്ങോട്ടേക്കാണ്, നേരെ താഴോട്ട് പോയാലാണ്, അവിടെ നിന്നാണ് കാണാൻ പറ്റുക. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഈ ഒരു വലതുഭാഗത്തേക്കുള്ള ഒരു ഭാഗത്തേക്ക് പോകാം. ഇവിടെ കണ്ട ഈ ഒരു കന്യാകുമാരിയിലത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഓരോ ടെമ്പിളും എല്ലാം ഇതാ, സായിബാബ ടെമ്പിൾ, പിന്നെ പാലസ്, വാട്ടർഫാള്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ. ഇത് നമ്മുടെ ട്രിവാൻഡ്രമാണ്, തിരുവനന്തപുരം. ഇത് കന്യാകുമാരി. ഇതാണ് ആ ഒരു ഗസ്റ്റ് ഹൗസ് വരുന്നത്. ഇവിടെ നിന്ന് നേരെ ഈ ഒരു താഴേക്ക് ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടേ. ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ആദ്യം പോവാം. അവിടെ നിന്ന് നമുക്ക് ആ ഒരു കടലിൻ്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ആ ഒരു 3 സമുദ്രങ്ങളെയും നമുക്ക് അങ്ങ് അവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെയൊക്കെ കടകളാണ്, ഡ്രസ്സായാലും ബാഗൊക്കെ ആയാലും കിട്ടും. ഇന്ന് പൊതുവേ രാവിലെ തിരക്ക് കുറവാണ്, കാരണം ഇന്നൊരു ഇട ദിവസമാണ്. ഈ വെക്കേഷൻ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. നമ്മളെ ആ ഒരു ബോട്ടിംഗ് ഒക്കെ പോകുന്ന അങ്ങോട്ടേക്കാണ്, നീണ്ട ക്യൂ ആയിരിക്കും അല്ലേ നവി? മാത്രമല്ല രാവിലെ ആയതുകൊണ്ട് കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയിട്ടില്ല പലതും. ബോട്ടിംഗ് ഒക്കെ ഉള്ളത് ഇതിന്റെ അകത്തേക്കാണേ. നോർമൽ ടിക്കറ്റ് 75, സ്പെഷ്യൽ ടിക്കറ്റ് 300. ഇത് വേറെ എന്തോന്ന് തോന്നുന്നു, നോക്കാം. ഇതന്നെ ആയിരിക്കും. ഇവിടെ ഇപ്പൊ നല്ല തിരക്കുണ്ടല്ലോ. ഇവിടെ നിന്നാണ് ആ ഒരു ബോട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരെ എന്നിട്ട് ആ ഒരു അവിടത്തോട്ട് പോകും. നല്ലൊരു വ്യൂ ആണ്. എത്ര ബോട്ടുകൾ. ഇതിലിപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന ആ ഒരു ബോട്ടുകളും ഉണ്ട്. അതിന് പുറമെ തന്നെ ടൂറിസ്റ്റുകൾക്കുള്ള മെയിൻ ബോട്ട് അങ്ങ് അവിടെയാണ്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്ന അങ്ങ് ആ ഒരു ഭാഗത്താണ്. ഞങ്ങൾ ഇത്തവണ അവിടത്തോട്ട് പോകുന്നില്ല, കാരണം അതിന് വേറൊരു റീസൺ ഉണ്ട്. അത് നമുക്ക് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്ത് പറയാം. നമുക്ക് ഇവിടുത്തെ ഒരു ടെമ്പിൾ ഉണ്ട്, അവിടത്തേക്ക് പോകാൻ. ഇവിടെയാണ് ആ ഒരു ക്ഷേത്രം ഉള്ളത്. ഇതുവഴി നേരെ നമുക്ക് ആ ഒരു കടലിന്റെ ഭാഗത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ തിരക്ക് ഇതൊന്നും അല്ല. ചില ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ മാത്രമാണ് ഇവിടെ ചെരിപ്പൂരി വെക്കേണ്ടത്. നമ്മൾ നേരെ അങ്ങോട്ടല്ല പോകുന്നത്, വേറൊരു ഭാഗത്തേക്കാ. അരുൾമികു ദേവി കന്യാകുമാരി ഭഗവതി അമ്മൻ തിരുക്കോവിൽ. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് അരുൾമികു ഭഗവതി അമ്മാൻ ടെമ്പിൾ. നമ്മൾ നേരെ പോകുന്നു ഇവിടുന്ന് ലെഫ്റ്റിലേക്ക്, അത് നേരെ ക്ഷേത്രഭാഗത്തേക്ക്. നമ്മളങ്ങോട്ടല്ല, ഈ ഒരു ഭാഗത്തോട്ട്. ഈ ഒരു ക്ഷേത്രഭാഗത്തിൻ്റെ ഇവിടത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് ഈ ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇവിടെ 3 സമുദ്രങ്ങളുണ്ട്. ഈ 3 സമുദ്രങ്ങളും കൂടിച്ചേരുന്ന ഒരു ഭാഗമാണിത്. അവിടെയാണ് ആ ഒരു വിവേകാനന്ദ പാറയും അതുപോലെ തന്നെ ആ ഒരു സ്റ്റാച്ചു ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അതാണ് ആ ബോട്ട്. കണ്ടാ ബോട്ട് പോകുന്നതാണ്ടാ. ഇപ്പം അവിടെ നിന്ന് തന്നെയാണ് ഡയറക്റ്റ് വെയിൽ വരുന്നത്, അതുകൊണ്ട് അവിടത്തേക്ക് ക്ലിയർ ആവില്ല. ഇവിടെ ഇഡ്ഡലിയോടൊക്കെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൺറൈസും അതുപോലെ തന്നെ സൺസെറ്റും കാണാൻ പറ്റിയ ഒരു ഭാഗമാണിത്. ഞങ്ങൾ അങ്ങ് അവിടെ നിന്നാണ് കണ്ടത് ആ സൺറൈസ്. നമ്മളെ സൂര്യോദയൊക്കെ നല്ല രീതിയിൽ അവിടെയാണ് നേരെ അതിൻ്റെ ആ ഒരു ഇത് വരുന്നത് അവിടെയാണ്. അപ്പം നേരെ ഇപ്പം സൂര്യൻ അവിടെ എത്തി. ആ രാവിലെ ഇവിടുന്ന് ആ ഒരു 6:45 ആ ഒരു ടൈമിൽ കാണുമ്പോൾ ഒരു പ്രതീതി വേറെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇപ്പം ഫുഡൊക്കെയാണ് ഇപ്പം ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ബാഗൊക്കെ വെക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫാമിലി തന്നെ ഉണ്ട്, കണ്ടതാ, കരയുന്നൊക്കെ ഉണ്ട്. ചെറുതത്രേ 1, 2, 3, 4, 5, 6 ഇവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഭാഗത്തോട്ട് പോകാം. ഇവിടെയുള്ള 3 സമുദ്രങ്ങൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടല്, അറബിക്കടല്. ഇത്രയും 3 സമുദ്രങ്ങളാണ് ഇവിടെ കൂടിച്ചേരുന്നത്. അതായത് അറബിക്കടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ആ ഒരു ഭാഗത്ത് കാണുന്നത്, അതുപോലെ തന്നെ തമിഴ്നാടിന്റെ ആന്ധ്രന്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് കാണുന്നത് ബംഗാൾ ഉൾക്കടല്. ഇത് രണ്ടും ആ ഒരു കൂടിച്ചേരുന്നത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം. അങ്ങനെയാണ് ആ ഒരു 3 ഇത് പറയുന്നത്. അതെ, ഇവിടെ എന്തൊക്കെയോ പൂജയൊക്കെ നടത്തുന്നുണ്ട്. രാവിലെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ കണ്ടായിരുന്നു.
അങ്ങ് അവിടെ വലിയൊരു പാറയുണ്ട്, കണ്ടതാ. അവിടത്തോട്ട് നമുക്ക് പോകാനൊന്നും പറ്റൂല, ഇവിടുന്ന് കാണാം. ഈ ഒരു ഭാഗത്തെല്ലാം കാണാം. നല്ല ശക്തിയിൽ തന്നെ ആ ഒരു തിരയടിച്ച് വരുന്നുണ്ട്. ഇതാ ഇവിടുന്ന് ആയാലും അതാ നല്ല കാറ്റുണ്ടാവേ. വിവേകാനന്ദ പാറയുണ്ട്. അതുപോലെ തന്നെ അവിടെ കാണുന്ന സ്റ്റാച്ചു തിരുവള്ളൂർ സ്റ്റാച്ചു ആണ്. നേരത്തെ കണ്ടൊരു ബോട്ടില്ലേ, അത് നേരെ തിരിച്ചിട്ട് നേരെ അങ്ങോട്ട് തന്നെ പോവാ. ശക്തിയായിട്ട് തന്നെ തിരമാലകൾ ഈ ഒരു ഭാഗത്താണ് കുറച്ചും കൂടെ ഹാർഡായിട്ട് വരുന്നത്. റെഡ് കെട്ടിയിട്ടില്ല, അവിടെ എനിക്കൊന്ന് ഡേഞ്ചർ ആവാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ നമുക്ക് ഇറങ്ങാം. നമുക്കിനി നേരെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് നടന്നിട്ട് പോവാം. ഇവിടുന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 1 കിലോമീറ്ററിന്റെ അടുത്തല്ലേ? അത്രേ ഉണ്ടാവുള്ളൂ. അവിടുന്ന് ഒരുപാട് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. നാഗർകോവിൽ 19 കിലോമീറ്റർ, തിരുവനന്തപുരം 94 കിലോമീറ്റർ, തിരുനെൽവേലി 82. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ ഒരു വഴിയാണ്, തൊട്ടടുത്ത് തന്നെ. ഈ പോകുന്ന വഴിക്ക് ഇവിടെ തന്നെ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു കന്യാകുമാരി തമിഴ്നാട്ടിലാണല്ലോ. ഇവിടെയുള്ളവർക്ക് നല്ല രീതിയിൽ മലയാളം അറിയാം. അത് ഇവിടെ ആയാലും ശരി, നാഗർകോവിലാണെങ്കിലും ശരി. അതായത് തമിഴാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എങ്കിലും കുറെ ആൾക്കാർ തമിഴിൽ ഉപരി മലയാളവും പറയുന്നവരുണ്ട്. തമിഴ് പറയുന്നവർ വേറെ ഉണ്ട്, മലയാളം പറയുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരം സ്ലാങ്ങാണ് കൂടുതൽ. കാരണം അത് തിരുവനന്തപുരം ജില്ലയോട് അതിർത്തി പങ്കിടുന്നുണ്ട്. ശരിക്കും മുമ്പേ കന്യാകുമാരി നമ്മുടെ കേരളത്തിന്റെ ഭാഗമായിരിക്കുമല്ലോ. അതിനൊക്കെ ആയിരിക്കും അതിന്റെ എന്താ പറയാ ഒരു തുടർച്ച എന്ന് പറയാം. മലയാളം അത്യാവശ്യം ആൾക്കാർക്ക് ഇവിടെ അറിയാം. അല്ല, ഇവിടെ തന്നെ ഒരുപാട് മലയാളികൾ താമസിക്കുന്നുണ്ട്. അതായത് പ്രോപ്പർ മലയാളികൾ തന്നെ ഇവിടെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ താമസിക്കുമ്പം അവരുടെയൊക്കെ തലസ്ഥാനം വരുന്നത് ചെന്നൈയാണ്. അതെ, അതുപോലെ തന്നെ ഞങ്ങൾ അന്ന് ഇവിടുന്ന് ഒരു കന്യാകുമാരി നാഗർകോവിലേക്ക് തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ് കയറിയിട്ടുണ്ടായി. അതിലൊക്കെ കണ്ടക്ടർ അടക്കം നല്ല മലയാളം പറയുന്നുണ്ട്. വേ ടു റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകാനുള്ളത് ഈ ഒരു ഭാഗത്തേക്ക്. തൊട്ട് മുന്നിലതാ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഈ റെയിൽവേക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. എത്രയാ സ്ഥലം. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് നല്ല നല്ല പ്രൊജക്റ്റുകളൊക്കെ വരാം. അതിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഭാവിയിൽ വരുന്നത് നമുക്ക് വിശ്വസിക്കാം എന്തായാലും. കണ്ടതാ എത്ര സ്ഥലം അറിയാം. ഈ ഒരു ഭാഗം മുഴുവനായിട്ടുണ്ട്. അവിടെ മേലേതാ കന്യാകുമാരി എന്നുള്ള ഒരു ഇതൊക്കെ കണ്ട. സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ അടിപൊളി തന്നെയാണ്. കാരണം നല്ല രീതിയിലുള്ള നിർമ്മിതിയൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ തെക്കേ അറ്റത്തുള്ള അവസാന റെയിൽവേ സ്റ്റേഷനാണ് കന്യാകുമാരി. അതുപോലെ തന്നെ ഈ സ്റ്റേഷനും കന്യാകുമാരിയും നാഗർകോവിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിവിടെ കന്യാകുമാരി എത്തിയിട്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഡോർമെട്രിയോ റിട്ടയർ റൂമോ എടുക്കാനാണ് പ്ലാൻ ഉണ്ടായത്. 1 പിഴച്ച 3 എന്നല്ലേ. നമുക്ക് ഇത്തവണ വന്നിട്ട് ഇവിടെ എന്താ പറയുക ഇത് കിട്ടിയിട്ടില്ല. അതായത് ഇവിടെ എത്തി ഇവിടെ താമസിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഈ റിട്ടയർ റൂമിന്റെ കാഴ്ചകൾ നമ്മൾ കൊണ്ടുവരണം. എന്നിട്ട് പുറത്തൊക്കെ പോകാനാണ് തീരുമാനം ഉണ്ടായത്. ഇതിന് മുന്നേ ഞങ്ങൾ വന്നത് രാത്രിക്കാണ് ഇവിടെ എത്തിയത്, വിവേക് എക്സ്പ്രസിനും വിമസാഗറിനൊക്കെ. അന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇന്നിപ്പോൾ രാവിലെ എത്തി, ഇന്നും കിട്ടിയില്ല. കാരണം ഇവിടെ ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ, ഓൺലൈൻ ഇല്ല. അതൊരുമാതിരി പരിപാടി പോയി. കാരണം എന്താ അറിയോ, നമുക്കൊരു യാത്ര ഒരു പല സ്ഥലത്തു നിന്നാണല്ലോ വരുന്നത്. ആ സമയത്ത് ഇവിടെ എത്തുമുണ്ടല്ലോ നമ്മുടെ ഒരു മൈൻഡ് ഇവിടെ കിട്ടുമോ എന്നൊക്കെ എൻ്റെ ആണല്ലോ വരുന്നത്. അതെ, ഇതിന്റെ റിട്ടയർ റൂമിന്റെ കാഴ്ചകളൊക്കെ, അതായത് ആ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ കാണിക്കും. അതിന് പുറമെ തന്നെ നമ്മൾ പെട്ടെന്നായിരുന്നു ഇവിടുന്ന് പ്ലാൻ മാറ്റിയത്. ഇല്ലെങ്കിൽ വൈകുന്നേരം പോകാനായിരുന്നു നമ്മൾ ഒരു പ്ലാൻ ഉണ്ടായത്. അതെ, ഇവിടെ തന്നെ രാവിലെ ഒരു ബാംഗ്ലൂരിലേക്ക് പോകുന്ന നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് ഇല്ലേ, അതിന് സ്ലീപ്പറിൽ ഒരുപാട് കറണ്ട് അവൈലബിൾ 10-400 അടുത്തുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു. ഇപ്പൊ നേരെ നമുക്ക് അകത്തോട്ട് പോകാം. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടാവും. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് നമുക്ക് കയറാം. ഞങ്ങളുടെ 2 പേരുടെയും ബാഗ് വെച്ചിട്ടുള്ളത് ഇവിടുത്തെ ക്ലോക്ക് റൂമിലാണ്. ആദ്യം അതെടുക്കാം. അതെടുത്തതിന് ശേഷം പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. പിന്നെ ഇവിടെ തന്നെയാണ് ഈ ഒരു കയറുന്ന ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ക്ലോക്ക് റൂം ഉള്ളത്. അതുപോലെ ഡോർമെട്രി എന്നൊക്കെ എഴുതിയണ്ട. റിട്ടയർ റൂമൊക്കെ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ക്ലോക്ക് റൂമിന്റെ ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് ഇതിലൂടെ. ഇവിടെയാണ് ക്ലോക്ക് റൂം വരുന്നത്. ഞങ്ങളുടെ 2 പേരുടെയും ബാഗ് ഇവിടെ വെക്കാനായിട്ട് 30 രൂപയാണ് ആയത്. അപ്പം നവീൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് അകത്തായിട്ട് കയറിയിട്ടുണ്ട്. ഈ ക്ലോക്ക് റൂം ഇതിൻ്റെ മുകളിലോട്ട് ഇതാ ഈ ഒരു ഭാഗത്തേക്കാണ് ഡോർമെട്രി ഒക്കെ വരുന്നത്, ഈ ഒരു സ്റ്റെപ്പ് വഴി. ഇവിടുത്തെ റിട്ടയറിംഗ് റൂമിൻ്റെ പ്രൈസ് ലിസ്റ്റാണ് ഇത്. ഇവിടെ തന്നെ 2 ഇത് എഴുതിയിട്ടുണ്ട്. സീസണുണ്ട്, ഓഫ് സീസണുണ്ട്. സീസണാണെങ്കിൽ 650 വരും AC ഡബിൾ ബെഡിന്. എല്ലാ സമയം 460 രൂപ. നോൺ AC ഡോർമെട്രിക്ക് നോർമൽ ചാർജ് 120 ഇല്ലു.
സീസൺ വന്നു കഴിഞ്ഞാൽ 200. AC ഹട്ട് സിംഗിൾ ഡബിൾ ബെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഇതാണ് ഇവിടുത്തെ പ്രൈസ്. ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ട്. തിരുവള്ളൂരിൻ്റെയും അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ്റെയും. നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്ന പ്ലാറ്റ്ഫോം 4-ാം നമ്പർ പ്ലാറ്റ്ഫോം എന്നാണ്. അതുപോലെ തന്നെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ഒരു എൻഡ് സ്റ്റേഷനാണല്ലോ. അതായത് ഇന്ത്യൻ റെയിൽവേ ഇവിടെ അവസാനിച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും അങ്ങോട്ട്. ഇവിടെ ടോട്ടൽ 6 പ്ലാറ്റ്ഫോമുകളുണ്ട് ഇപ്പോൾ. ഐലൻഡ് എക്സ്പ്രസ് ഇതാ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 4 ഇതാ കന്യാകുമാരി എക്സ്പ്രസ്. KSR ബംഗളൂരു കന്യാകുമാരി, കന്യാകുമാരി KSR ബംഗളൂരു 165-25. അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ. ഇതിൻ്റെ അനൗൺസ്മെന്റ് ഉണ്ട് ഇവിടെ. തിരുവനന്തപുരം കോട്ടയം പാലക്കാട് സന്ധിപ്പ് വഴിയാക ചെല്ലും വണ്ടി എண் 16525 കന്യാകുമാരിയിലിருந்து ബംഗളൂരു വരെ ചെല്ലും എക്സ്പ്രസ് തടം 4 ഉള്ളത്. ഇതൊക്കെ ഇനി ജനറൽ ക്ലാസ് ആണ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ പുറകില്. ഞങ്ങളിന്ന് കറണ്ട് ബുക്കിങ്ങിൽ നമുക്ക് കിട്ടിയത് സ്ലീപ്പറിൽ S4 ആണ്. ഇത് S1 ആയി. ഒരു 3 എണ്ണം കൂടെ കഴിഞ്ഞിട്ട് അവിടെ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ ഈ ഒരു ഐലൻഡ് എക്സ്പ്രസ് ഒക്കെ. സദേൺ റെയിൽവേൻ്റെയും സൗത്ത് വെസ്റ്റേൺ റെയിൽവേൻ്റെയും വണ്ടികളൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഇതാ മലയാളത്തിൽ KSR ബംഗളൂരു കന്യാകുമാരി. നമ്മൾ ട്രാവൽ ചെയ്യുന്ന S4 കോച്ച് ഇതാണ്. ഈ ഒരു കോച്ച് ഉണ്ടാക്കിയ വർഷം 2020 അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ഇപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറാം. അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഈ ഒരു ഭാഗത്ത് ആരും വന്നിട്ടില്ല. ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മുടെ ബെർത്ത് ഉള്ളത് 15ഉം 16ഉം. ഈ ഒരു സൈഡ് അപ്പറും സൈഡ് ലോവറും കറണ്ട് അവൈലബിലിറ്റിയിൽ തന്നെ എടുത്തതാണ്. എന്തോ ഭാഗ്യത്തിന് ഇത് രണ്ടും തന്നെ കിട്ടി. ഇവിടുത്തെ വൃത്തി കണ്ട, അതിനാണ് നമ്മൾ 100-ൽ 100 മാർക്ക് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ തന്നെ 3 ചാർജിങ് സോക്കറ്റുകളുണ്ട് കണ്ട. പിന്നെ ഇവിടെയൊക്കെ നല്ല വൃത്തിയാണ്. ഈ ഒരു സൈഡ് അപ്പറിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാർജിങ് സോക്കറ്റ് ഇല്ല, താഴെ അവിടെയാണുള്ളത്. ഈ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്നത് രാവിലെ 10:10 അപ്പോൾ ആ ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് ചാർട്ട് പ്രിപ്പയർഡ് ആയി. ആ സമയത്ത് ഇതിൽ ബെർത്തുകളൊക്കെ വേക്കൻ്റ് ഉണ്ടെങ്കിൽ കറണ്ട് ബുക്കിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് തന്നെ ഇപ്പോൾ ഇതിൽ കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നോക്കിയ സമയത്ത് 350ഓളം, ഏകദേശം 400ൻ്റെ അടുത്ത് ബെർത്ത് വേക്കൻ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് തന്നെ ബുക്ക് ചെയ്തു. ഏകദേശം ഒരു 8 മണിക്ക് ആ ഒരു ടൈമിലാകുമ്പോൾ തന്നെ ബുക്ക് ചെയ്തു. നമുക്ക് ഒരാൾക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ടിക്കറ്റ് ചാർജ് 145 രൂപയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ എന്താ ചെയ്യാ, അതിൽ തന്നെ പ്രിഫറൻസ് കൊടുത്തിട്ട് സൈഡിൽ ഓർമ്മ സൈഡ് അപ്പുറനെ എടുത്തു. ചുമ്മാ എടുത്തുന്നേ ഉള്ളൂ, അത് കിട്ടുകയും ചെയ്തു. കാരണം ഈ ഒരു കറണ്ട് ചെറിയതായിട്ട് പോകുന്ന ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അല്ലാത്ത വർഷം നമ്മൾ അങ്ങനെ കൊടുത്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതായത് നോർമൽ ബുക്കിങ്ങിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ഇതൊക്കെ RIC-കാർക്കുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഐലൻഡ് എക്സ്പ്രസ് നല്ല റഷിലെ വണ്ടിയാണ്. കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകാൻ ഹെവി ഡിമാൻഡിലെ വണ്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ RIC സൈഡിൽ ഓവർ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. കൂടുതലും RIC ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് നിങ്ങൾ അത് സൈഡിൽ ഓവർ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ മിഡിലായിരിക്കും. അതെ അതെ അതെ. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ഈ ഒരു സൈഡ് ലോവറിന്റെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് പല യാത്ര ചെയ്യുന്ന സമയത്തും നിങ്ങൾക്കൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടാവും. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് പല സമയത്തും നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കണ്ട, ഇത് മൂവ് ആവുന്നില്ല. കാരണം ഇത് ലോക്കാണ്. ഇപ്പോൾ ഈ സാധനമില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് മേലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലോക്ക് ഓപ്പൺ ആയി. അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടും. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഇവിടെ പൊക്കിയതിന് ശേഷം ഇത് മാത്രം ഇട്ടുകൂടാ. കാരണം വണ്ടി സ്പീഡിൽ പോകുന്ന സമയത്ത് ഇത് ഇളകിയിട്ട് ചിലപ്പോൾ താഴോട്ട് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഇത് ആക്കിയതിന് ശേഷം ഇത് ലോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ തുറന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ആയി. അതുപോലെ തന്നെ ഇവിടെയും ആ ലോക്ക് ഉണ്ട്. അത് തുറന്നതിന് ശേഷം നമുക്ക് താഴോട്ടാക്കുവാണെങ്കിൽ ഇത് ഫ്ലാറ്റ് ചെയ്ത് വെക്കാം. ശരിക്കും പറഞ്ഞാൽ RIC-കാർക്ക് വരുമ്പോണ്ടല്ല ഈ ഒരു ബെർത്തിൽ ഈ ഒരു സൈഡ് ലോവർ അത് ഷെയർ ചെയ്ത് പോകണം. ഇപ്പം ഞാനും നവിയൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഇവിടെ എന്താ പറയുക, ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ചെരുപ്പൊക്കെ ഒരു വെച്ച് ഇങ്ങനെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിരിക്കാം. പക്ഷേ വേറൊരു ആളൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ RIC ഒരുപാട്, നമ്മൾ അമൃത്സറിന്ന് കൊച്ചുവേളി വരെ RIC വന്ന, വിവേക എക്സ്പ്രസിന് ദിബ്രുഗറിന്ന് കന്യാകുമാരി വരെ വന്ന ഞങ്ങൾ യാത്ര ഇങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാലൊക്കെ വെച്ച് ഇങ്ങനെ ഇരുന്നാലുണ്ടല്ലോ വേറെ പ്രശ്നം വരുന്നില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ നിങ്ങൾ അറിയാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ യാത്ര ചെയ്യും?
അതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അത് നമ്മുടെ ഏട്ടൻ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇതേപോലെ ഐലൻഡ് എക്സ്പ്രസിന് കന്യാകുമാരിയിൽ നിന്ന് KSR ബംഗളൂർക്ക് ഞങ്ങൾ പോകുമ്പോൾ RAC കിട്ടിയത്. ഞങ്ങൾക്ക് പക്ഷേ അങ്കമാലി എത്തുമ്പം TT നമുക്ക് വേക്കൻ്റ് ആയ സീറ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരാൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടുന്നുണ്ടായി. നമ്മുടെ ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് ഇതാണ്, WP7 കൃഷ്ണരാജപുരത്തിന്റെ ആണ്. അതുപോലെ തന്നെ ഇവിടെ കന്യാകുമാരി എക്സ്പ്രസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ മുന്നിൽ തന്നെയാണ് 2 അൺറിസർവ്ഡ് കോച്ചും ഉള്ളത്. ലഗേജ് ബ്രേക്ക് ആൻഡ് ജനറേറ്റർ കാർ. കന്യാകുമാരി ഇത്രയും വലിയൊരു റെയിൽവേ സ്റ്റേഷൻ, ഇത്രയും ചെറിയൊരു നെയിം ബോർഡ്, കുറച്ചും കൂടെ വലിയൊരു നെയിം ബോർഡ് ആകായിരുന്നു. വണ്ടീൻ്റെ ഇതൊക്കെ AC ആണ് വരുന്നത്. ഇത് ഫസ്റ്റ് ക്ലാസ് AC ആണ്. AC ഒക്കെ ഓണായി. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കറക്റ്റ് 10:10 തന്നെ വണ്ടി എടുത്തിരിക്കുകയാണ്. ഈ ഒരു വണ്ടിയില്ലേ, ഇത് ഹൗറയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് വന്ന വണ്ടിയാണ്. ഹൗഡ കന്യാകുമാരി എക്സ്പ്രസ്. ഇത് സദേൺ റെയിൽവേൻ്റെ വണ്ടിയാണിത്. ഓൺ ടൈമിന് തന്നെ വണ്ടി എടുത്തു, 1 മിനിറ്റ് പോലും ഡിലേ ഇല്ല. ഇവിടെയാണ് ആ ഒരു നെയിം ബോർഡ് ഉള്ളത്. പിന്നെ ഈ ഒരു കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് CAPE അങ്ങനെയാണ്. നല്ലൊരു മലനിര, ഈ ഒരു ഭാഗം മുഴുവനുണ്ടത്. പക്ഷെ ഇതാണ് ഇതിലത്തെ വലിയൊരു മല. നാഗർകോവിലേക്ക് ഒരു 10 കിലോമീറ്ററും കൂടി ഉണ്ടാവും. മുഴുവൻ ഇവിടെ കൃഷിയാണ്. ഇവിടെ ഈ ഡബിൾ ലൈനിങ്ങിന്റെ വർക്ക് നടക്കുകയാണ്. അതാണ് ഈ ട്രാക്കിൽ JCB. JCBക്ക് എന്താ ട്രാക്കിൽ കാര്യം? ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടില്ല, വൈകാതെ തന്നെ ഇതിലൂടെയും ട്രെയിൻ പോവും. മുഴുവനും തെങ്ങാണിത്. തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ നല്ല കാഴ്ചകളാണ്, കൂടുതലായിട്ട് കൃഷിയാണ്. നിങ്ങൾ ഈ സൗത്ത് വെസ്റ്റേൺ റെയിൽവേന്റെ കീഴിലുള്ള വണ്ടികളുടെ ബാത്റൂമിന്റെ ഈ ടോയ്ലറ്റിന്റെ ഒക്കെ ഈ ഒരു ഡോർ ശ്രദ്ധിച്ചിട്ടുണ്ടാ? നല്ല ഹാർഡായിട്ടുള്ള ഡോറാണ് കണ്ടത്. മറ്റേതൊക്കെ എത്ര പെട്ടെന്ന് തൊട്ടാൽ തന്നെ അങ്ങോട്ട് വരും. ഇതൊക്കെ ഭയങ്കര കുറച്ചുകൂടി ടൈറ്റില് പ്രസ് ചെയ്താൽ മാത്രമേ ഇത് തുറക്കാനായാലും അടക്കാനായാലും പറ്റുള്ളൂ. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഇവിടുന്നാണ് കോച്ചുകളുടെ മെയിൻ്റെനൻസ് ഒക്കെ നടക്കുന്നത്. സമയം ഇപ്പോൾ 10:40 നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. അവിടെയൊക്കെ ഏതൊക്കെയോ ലോക്കോമോട്ടീവുകളൊക്കെ ഉണ്ട്. WP1 ഈ റോഡിൻ്റെ അവിടെ ഒരു WP7 ഉണ്ട്. പിന്നെ ഡീസൽ. ഒന്നും വലിയ തിരക്കൊന്നുമില്ല ഈ റെയിൽവേ സ്റ്റേഷൻ ആയാലും. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ 5 മിനിറ്റാണ് സ്റ്റോപ്പ്. പിന്നെ ഇതിൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് NCJ എന്നാണ്. ഇത് ജംഗ്ഷൻ ആവാൻ കാരണം ഇവിടുന്ന് തിരുനെൽവേലിയിലേക്ക് റൂട്ട് പോകുന്നുണ്ട്. ഇത് നാഗർകോവിൽ കന്യാകുമാരി പാസഞ്ചറാണ്. ആരുമില്ല വണ്ടിയിലൊന്നും. അതങ്ങ് പോയി. ഇവിടെയൊക്കെ ഡബിളിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ്. ക്രെയിനും JCBയൊക്കെയാണ്. അപ്പോൾ ഇതിലൂടെയാണ് ട്രാക്ക് പോകുന്നത്. കുറച്ച് ഭാഗത്തായിട്ട്
ട്രാക്കൊക്കെ വന്നു. ഇനി ആവാനുണ്ട് അത്ര. ഈ ട്രാക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഒരു പാലൊക്കെ പണിയുന്നുണ്ട് പുതുതായിട്ട്. നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം എത്തും. സ്റ്റോപ്പില്ല, സ്കിപ്പ് ചെയ്ത് പോകും. എന്തൊരു ഭംഗിയുള്ള ഒരു കാഴ്ച നോക്കിയേ. നല്ലൊരു ലേക്ക് ഉണ്ട്. ഏതാ എവിടെയും JCB ഇതാ. ലെവൽ ക്രോസിംഗ്. എത്രക്ക് ഉണ്ടല്ലോ ഇത്. ഇവിടെ ഇതിൻ്റെ വർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഇതാണ് നാഗർകോവിൽ ടൗൺ. ഇവിടെ സ്റ്റോപ്പുള്ള വണ്ടികൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുനെൽവേലി ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളില്ലേ, അതൊന്നും എല്ലാ വണ്ടിയിൽ നിന്നും നാഗർകോവിൽ ജംഗ്ഷനിൽ പോവില്ല. അവിടെ സ്റ്റോപ്പില്ലാത്ത വണ്ടിയല്ലേ ഇവിടെ നിർത്തും. ദേ വണ്ടി ഇവിടെ നിർത്തി, സ്റ്റോപ്പില്ലാത്തടുത്ത് വണ്ടി നിന്ന്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു കൂട്ടം കന്നുകാലികൾ. നല്ല രസമില്ലേ ഇതൊക്കെ കാണാൻ. അവിടെ മൊത്തം കൃഷിപ്പാടാണ്. ഇതിലൊന്നും ആരുമില്ല ഈ എസ്ത്രയിലൊന്നും. മൊത്തത്തിൽ ഇതിന്റെ അകത്ത് തന്നെ ഒരു വിരലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലേ. ട്രിവാൻഡ്രത്ത് ഫുള്ളാവും. നമ്മുടെ കേരളം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ കയറും. അതുപോലെ തന്നെ നാഗർകോവിൽ ടൗണിലെ വളരെയധികം വേഗം വികസനം വന്ന ഒരു എന്താ പറയുക ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ ഭാഗത്തും. ഇത് സിംഗിൾ റൂട്ട് ആയതുകൊണ്ട് ഒരു വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാ. പൂനെ കന്യാകുമാരി ജയന്തി ജനത. ട്രെയിൻ ഇപ്പോൾ ഇരണിയൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടേക്ക് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ നമ്മുടെ വണ്ടി വരാൻ വേണ്ടിയിട്ട് വേറൊരു വണ്ടി വെയിറ്റിംഗിലായിരുന്നു. പുനലൂർ നാഗർകോവിൽ എക്സ്പ്രസ്. ഒരുപാട് റേക്ക് ഷെയറിംഗ് ഉണ്ട് ഈ വണ്ടി. ഞങ്ങൾ ഇവിടുന്ന് 4 ഓണിയൻ സമൂസ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതിന് ഒരെണ്ണത്തിന് 10 രൂപ, അപ്പം 4 കൂടെ 40 രൂപയായി. പിന്നെ ഈ ഒരു സമയത്ത് ഒരു സമൂസ കഴിക്കാം അല്ലേ? അല്ല, നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും സമൂസ കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കൂടെ. നമ്മുടെ കേരളം പോകുന്നതിന് മുന്നേ ഇത് കഴിച്ചേക്കാം. സമയം ഇപ്പം 11:45. കൊഴുത്തുറൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ജനറൽ ക്ലാസ്സിൽ കയറാൻ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളെ ഫോണെല്ലാം ചാർജ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് പോസ് ചെയ്താൽ മനസ്സിലാവും. അത് വേറൊന്നുമല്ല, രാത്രി 11 മണി മുതൽ രാവിലെ 5 മണി വരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ അത് ഈ കോച്ചില്ലേ, ഈ കോച്ചിൽ തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ട് ഇതിൻ്റെ മൊബൈൽ ചാർജിങ് സപ്ലൈ രാത്രി 11 മണി മുതൽ 5 മണി വരെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ചാർജൊന്നും ആ സമയത്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സമയം ഇപ്പോൾ 12:55. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പം ഇവിടുന്ന് ഇതിൻ്റെ ജനറലിലേക്ക് കയറാൻ നല്ല തിരക്കുണ്ടാവും. ട്രിവാൻഡ്രം. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ വണ്ടി വന്നത്. കണ്ടോ തിരക്കണ്ടോ? ഈ പുറകിൽ ഒരെണ്ണേ ഉള്ളൂ, ഫ്രണ്ടിലാണ് ആൾക്കാർ നിൽക്കേണ്ടതായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബാഗ് അവിടുത്തെ ക്ലോക്ക് റൂമിൽ വെച്ചു. ഇനി നമുക്ക് വൈകുന്നേരം വരെ നമുക്കിവിടെ ചിലവഴിക്കണം. അതായത് ഞങ്ങൾ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ കന്യാകുമാരി എന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ യാത്ര വൈകുന്നേരം കന്യാകുമാരി പുറപ്പെടുന്ന രീതിയിലാണ് പ്ലാൻ ഉണ്ടായത്. അപ്പോൾ ഇവിടെ രാത്രിക്ക് 7 മണിക്കാണ് ഞങ്ങൾക്ക് റൂം ചെക്കിനുള്ളത്, അതായത് ഇവിടുത്തെ റിട്ടയർ റൂം. അതായത് ഇവിടുത്തെ റിട്ടയർ റൂം കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യണം. നമ്മുടെ പ്ലാനിങ്ങോടെ നേരത്തെ ബുക്ക് ചെയ്ത് ഇവിടെ സ്ലോട്ട് വരുന്നത് രാത്രിക്ക് 7 മണിക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ ഇപ്പൊ സമയം 1 മണി 1 കാലം ആദ്യമേ ഉള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് എന്താ പറയാ കുറച്ച് സമയം ചെലവഴിക്കാനുണ്ടല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താലോ, ഒരു സിനിമ കാണാൻ പോയാലോ? കുറെ നാളായി ഒരു സിനിമ കണ്ടിട്ട്, അത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന്. എന്നാ പിന്നെ നേരെ അവിടുത്തെ ഏതെങ്കിലും ഒരു തിയേറ്റർ എടുത്തിട്ട് അവിടെ നിന്ന് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലില്ല ഏതെങ്കിലും ഒരു സിനിമ, നല്ലൊരു സിനിമ നോക്കിയിട്ട് പോയി കാണാം. അതിന് മുന്നേ തന്നെ ഒരു ഷേക്ക് കുടിച്ചാലോ? നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കാനുണ്ട്. ആ ഒരു ഭാഗത്ത് ഇഷ്ടംപോലെ കടകളുണ്ട്, അവിടത്തോട്ട് പോവാം. സ്വിഫ്റ്റ്, അതുപോലെ ഇത് തമിഴ്നാടിൻ്റെ വണ്ടിയാണേ. നമുക്ക് അവിടെ ഒരുപാട് കടകളുണ്ട്. ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും നല്ലൊരു കട നോക്കിയിട്ട് കയറാം. നല്ല ചൂടായത് കാരണമാണ് ആ 2 മിൽക്ക് ഷേക്ക് കഴിച്ചത്. ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ ശ്രീ പത്മനാഭ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയേറ്റർ ഉണ്ട്, അവിടത്തേക്കുള്ള 2 ടിക്കറ്റും കൂടെ ബുക്ക് ചെയ്തു. അതായത് ഇപ്പം നിലവിലുള്ള സിനിമേൻ്റെ പേരൊന്നും പറയുന്നില്ല, ഏകദേശം ഒരു 2.5 മണിക്കൂറിൻ്റെ അടുത്ത് സിനിമ ഉണ്ടാവും. ഇപ്പം 2:30 കയറിയിട്ടുണ്ടെങ്കിൽ എത്ര മണിക്ക് ഇറങ്ങാൻ പറ്റും? ഒരു 5 മണിയാകുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റും. 5 മണിയാ, പിന്നെ നമുക്ക് കുറച്ച് കൂടെ നടന്ന് ഒരു 7 മണി എങ്ങനെ ആക്കണമല്ലോ. അതെ അതെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പോവാല്ലേ? പോവാം. നേരെ ഇതുവഴി തന്നെ നടന്നു പോവാം. ഇത് നേരെ പാളയത്തേക്കുള്ള റോഡാണേ. നമുക്ക് നേരെ കിഴക്കേക്കോട്ട ഈ ഒരു ഭാഗത്തേക്ക്. ഞങ്ങൾ ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു തിരുവനന്തപുരത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ നിന്ന് ആദ്യം കണ്ട സിനിമ ഭരത് ചന്ദ്രൻ IPS ആണ്. ഒരുപാട് സിനിമകളുണ്ട് അച്ഛനും അമ്മയും ഒരുമിച്ച് കണ്ടത്. എടുത്തു പറയാനാണെങ്കിൽ എന്താ പറയാ, ചോട്ടാ മുംബൈ, ബിഗ് ബി, ക്ലാസ്മേറ്റ്സ്, അതുപോലെ മഹാസമുദ്രം, നമ്മുടെ ഒരുപാടുണ്ട് സിനിമകളുണ്ട്. അപ്പൊ പറയുന്ന നമ്മളെപ്പോഴും ഞായറാഴ്ചയാണ് സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും മനു തിരുവനന്തപുരത്ത് നിന്ന് ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആ തിയേറ്ററിന്റെ ഒരു ഭാഗത്ത് ഏകദേശം എത്താനായി. ഈ ഒരു തിയേറ്റർ ഉള്ളത് ഈ ഒരു ചാല മാർക്കറ്റിന്റെ ഇവിടെയാണേ. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. ഇതാണ് തിയേറ്റർ. ശ്രീ പത്മനാഭ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ട് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറാം. ശ്രീ പത്മനാഭയിൽ കയറി ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂറിൻ്റെ ഷോ ഉണ്ട്. ഇവിടുന്ന് ആരും വന്നിട്ടൊന്നുമില്ല ഈ ഒരു ഭാഗത്തുനിന്ന്. നമ്മൾ തന്നെ ആദ്യം കയറി സിനിമയൊക്കെ കണ്ടിറങ്ങി. ഇപ്പം സമയം 5 മണിയാവാനായി. നല്ല അടിപൊളി സിനിമയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് പോവാം. ഇവിടെ തിരുവനന്തപുരം നഗരസഭ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഒരു റോഡ് മുറിച്ച് കിടക്കണമെങ്കിൽ ഇതുവഴി പോവാം. നല്ല സംഭവമല്ലേ? ആ ഒരു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോവാം. ഇതിൻ്റെ മേലെ കൂടെ നടന്നു പോകാൻ അടിപൊളിയാണ് കേട്ടാ. റോഡിൻ്റെ താഴെ കൂടെ മുറിച്ച് കിടക്കണ്ട, നേരെ ഇതിലൂടെ തന്നെ പോവാം. ഇതൊക്കെ അടിപൊളി സംഭവമാണ്. ലിഫ്റ്റ് ഉണ്ട്, നടന്നിട്ട് തന്നെ പോവാം. അവിടെ നിന്നൊക്കെ വന്നിപ്പോൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലെത്തിയിരിക്കുകയാണ്. ക്ഷേത്രക്കുളമാണിത്. ഇനിയിപ്പോൾ സൂര്യൻ പെട്ടെന്ന് അസ്തമിച്ചോളും. കാരണം ആ ഒരു അതിലൂടെ എല്ലാം കാണാൻ നല്ല രസമാണ്. എത്ര മീനുകളാണ് നോക്കിയതാ, ഇഷ്ടംപോലെ ഉണ്ട്. ഒരുപാട് മീനുണ്ട്, എല്ലാം കാണാം. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കൂട്ടം പ്രാവുകൾ എത്ര വന്നിട്ടുണ്ട്. ഇനി വല്ല മീനെ പിടിക്കാനാണോ? അല്ല, അവിടെ തീറ്റയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് 2 മണിക്കൂർ കൂടെ സമയം കളയാനുണ്ട്. കാരണം 7 മണിക്കാണ് ചെക്കിങ് വരിക. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മളെ യാത്രയിലത്തെ ഒരു ചെറിയ ഭാഗം നമുക്ക് എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അതിനെ മൊത്തം പോകും. അതെ, അത് പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ സിനിമ കാണാൻ കുറച്ച് സമയം എന്താ പറയാ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അതുകൊണ്ട് നമ്മൾ സിനിമ ഏതാണെന്നൊന്നും വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ എന്താ പറയാ കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു. അത്രയും നേരം ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ ഇരുന്ന് സമയം ചെലവഴിക്കാൻ പറ്റി. പിന്നെ അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ടൂറിസ്റ്റ് സെന്ററിൽ അല്ലെങ്കിൽ കോവളത്തേക്കോ പിന്നെ ശംഖുവത്തേക്കോ അങ്ങനെ എവിടെയെങ്കിലും, ഈ ചൂട് ആയതുകൊണ്ടാണ് അവിടത്തേക്കൊന്നും പോവാതിരുന്നത്. സമയം ഇപ്പോൾ 6:30 തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് റിട്ടയറിംഗ് റൂം വരുന്നത്. നമുക്കിനിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നമ്മളിവിടെ ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചിട്ടുണ്ടല്ലോ,
അതെടുത്തിട്ട് നേരെ റിട്ടയർ റൂമിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പോവാം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ തന്നെയാണ് ക്ലോക്ക് റൂം വരുന്നത്. ഒരു ബാഗിന് 24 മണിക്കൂർ വെക്കാൻ 20 രൂപയാണ്. നമ്മുടെ 2 ബാഗിനും കൂടിയിട്ട് 40 രൂപയായി. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ട് ഇവിടെ തന്നെയാണ്, ഫസ്റ്റ് ഫ്ലോറിലാണ് റിട്ടയർ റൂം ഉള്ളത്. പിന്നെ നേരെ പോവാം. അങ്ങ് അവിടെ ഐ ലവ് TVM എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വന്നത് ആ താഴെ ഭാഗത്തു നിന്നാണ്. ഇവിടെയാണ് KSRTC ബസ് ടെർമിനൽ ഉള്ളത്. നമ്മൾ മലബാർ എക്സ്പ്രസ്സിന് അന്ന് വന്നില്ലേ, ആ ഒരു ടൈമിൽ വന്നത് ഇവിടുത്തെ ക്യാബിൻ ടൈപ്പ് ഡോർമെറ്ററിയിലാണ്. അതും AC ആണ്, നോൺ AC ഉണ്ട്. ഇതാണ് ഇവിടുത്തെ AC ഡോർമെറ്ററി ജെൻസ് ഹട്ട് ടൈപ്പ്. ഇതാണ് ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഇവിടെ ടോട്ടലി 8 ഹട്ടുകളാണ് ഉള്ളത്, ഇതുപോലത്തെ റൂമുകൾ. ഇതിൽ ഒന്ന് വരുന്നത് ഇത് 8-ാം നമ്പർ. ഇത് നവീൻ്റെത്. നവീൻ്റെ ഇവിടെ ഒരു ബെഡുണ്ട്, ഇവിടെ ഒരു മിററുണ്ട്, ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ആണ്. ഇനി എൻ്റെയിലോട്ട് പോവാം. ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലോസ് ചെയ്യാം. ഇതാണ് എൻ്റെത്. ഇവിടെ വരുവാണെങ്കിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ പറയാം. ഡോർ ഇങ്ങനെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യേണ്ട സിസ്റ്റം ഉണ്ട്. ഇവിടെ ഒരു ചെയർ ഉണ്ട്, ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, പിന്നെ ഇവിടെ നമുക്ക് മൊബൈൽ സോക്കറ്റ് ഉണ്ട്, പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാനില്ല, AC ആണ്. ഈ AC അങ്ങനെ ഓണാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ AC ഓണായി. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലഗേജ് ഉണ്ടെങ്കിൽ ഇവിടെയാണ് വെക്കാൻ പറ്റുക. ഇതിന് കീ ഒന്നുമില്ല, അത് നമ്മൾ എക്സ്ട്രാ കൊണ്ടുവരണം. വേറെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഹട്ടിൻ്റെ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. നല്ലൊരു മിറർ തന്നെയാണ്. ഈ ഒരു ഹട്ട് ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത് 12 മണിക്കൂറാണ്. ഇന്ന് രാത്രി 7 മണി മുതൽ നാളെ രാവിലെ 7 മണി വരെ. അതുപോലെ തന്നെ 12 മണിക്കൂറിന് വരുന്ന ചാർജ് വന്നാൽ 228 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. നമുക്കൊരു 400 ചില്ലറ ഏകദേശം വരും. അതുപോലെ തന്നെ 12 മണിക്കൂർ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ 24 മണിക്കൂർ എടുക്കാം. ഓൺലൈൻ വഴിയാണ് റൂം ബുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഓഫ്ലൈൻ ഉണ്ട്, പക്ഷെ അതൊന്നും വിശ്വസിച്ച് വരണ്ട കേട്ടോ. കാരണം എവിടെ ഉണ്ടാവും, എല്ലാവരും ഓൺലൈനിൽ ബുക്ക് ചെയ്ത്. പക്ഷെ ലിമിറ്റഡ് ആയിട്ട് കുറച്ച് ഹട്ടുകൾ ബാക്കി കൊടുക്കുമായിരിക്കും. കാരണം നല്ല ഡിമാൻഡ് ഉണ്ട്. ഈ പറഞ്ഞ ഹട്ട് ഉണ്ട്, നേരത്തെ ഡോർമെറ്ററി ഉണ്ട്, റൂമുകളുണ്ട്. തീർച്ചയായും എടുത്തു പറയുകയാണെങ്കിൽ നല്ല റിട്ടയർ റൂമാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ. തീർച്ചയായും. അപ്പൊ ഇന്ന് കന്യാകുമാരി തുടങ്ങിയ യാത്ര ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ രാവിലെ നല്ല ഇങ്ങോട്ട് വരേണ്ടത്. അതെ, വൈകുന്നേരമാണ് നമ്മുടെ ആ ഒരു പ്ലാൻ. അവിടുത്തെ റിട്ടയർ റൂം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലാൻ ആക്കി ഇവിടെ ഈ ഒരു സമയത്ത് എത്തിയത്. അതായത് ഓഫ്ലൈൻ ഉണ്ടെങ്കിൽ ചെറിയ ബുദ്ധിമുട്ട് വരും. നമുക്ക് ആ കന്യാകുമാരി റിട്ടയർ റൂം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും നമുക്ക് അതിന് സാധ്യമാണെന്ന് വിശ്വസിക്കുന്നു. അതെ, അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ മാറ്റം ബൈ.